പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ആദ്യമായിട്ടൊരു ഇലക്ഷൻ കവർ ചെയ്തത് വി.കെ. കൃഷ്ണമേനോൻ്റെ ഇലക്ഷനാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. വി.കെ. കൃഷ്ണമേനോനെ പറ്റി നേരത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വലിയ ആരാധനയിലോട് നോക്കിയിട്ടുള്ള പല ആളുകളിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ അധ്യാപകൻ വി.കെ. കൃഷ്ണമേനോനെ പറ്റി പഠിപ്പിക്കുമ്പോഴൊക്കെ പറയുമ്പോഴൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് വി.കെ. കൃഷ്ണമേനോനെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹം പലപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് കൃഷ്ണമേനോനെ അന്ന് പത്രങ്ങളിലൊക്കെ ഞങ്ങൾക്കൊക്കെ വലിയ ദുഃഖം തോന്നുന്ന കാര്യമായിരുന്നു. കോൺഗ്രസ് സാർ സീറ്റ് കൊടുക്കുന്നില്ല, ബോംബെയിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നില്ല, ഡൽഹിയിൽ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ കോൺഗ്രസ് സാറ് എന്നിട്ട് പല ആളുകളും ഇതിനെതിരായിട്ടും അനുകൂലമായിട്ടും പ്രസ്താവനകൾ വരാൻ തുടങ്ങി. അപ്പോഴാണ് പിന്നെ ശങ്കർ ഒരു പ്രസ്താവന, കൃഷ്ണമേനോന് വേണമെങ്കിൽ കേരളത്തിൽ വരാം എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ അതിന് വലിയ റെസ്പോണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ദേഷ്യമായി ഈ കോൺഗ്രസിനോട്. അപ്പം ഞാനന്ന് പത്രരംഗത്തുണ്ട്. അതിലും ഈ കൃഷ്ണമേനോൻ്റെ ആരാധന കൊണ്ട് എല്ലാ ദിവസവും നോക്കിയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം ഈ ഒരു പത്രത്തിൽ വാർത്ത വന്നു, മിക്കവാറും കൃഷ്ണമേനോൻ കേരളത്തിലാണ് മത്സരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. അത് ഭയങ്കര ആഹ്ലാദകരമായിട്ടുള്ള, കേരളത്തിലാണ് കൃഷ്ണമേനോൻ മത്സരിക്കുന്നു, അതും തിരുവനന്തപുരത്താണെന്ന് അറിഞ്ഞതോടുകൂടി ഒരു വലിയ സന്തോഷം തോന്നി. പക്ഷേ ഇത് ഇടതുപക്ഷത്തിൻ്റെ എതിരായിട്ടാണ് കൃഷ്ണമേനോൻ നിൽക്കണമെന്നൊരു സൂചന വന്നപ്പം ഭയങ്കര വിഷമമായി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇടതുപക്ഷം കൃഷ്ണമേനോനെ പിന്താങ്ങാൻ സാധ്യത എന്ന് പത്ര റിപ്പോർട്ട് വന്നു. അപ്പോൾ എല്ലാ ദിവസവും പത്രം നോക്കും, കൃഷ്ണമേനോനെ ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ. അപ്പോൾ EMSഉം AKG ഒക്കെ അന്ന് കത്തിജ്വലിച്ച് നിൽക്കുന്ന കാലഘട്ടമാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് പറ്റിയെന്നറിയാം, EMSൻ്റെ എല്ലാ പ്രസംഗങ്ങളും കേൾക്കുമ്പം EMS സ്ഥിരമായിട്ട് പ്രസംഗിക്കുക അട്ടക്കുളങ്ങര മൈതാനത്താണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആ പ്രസംഗം കേൾക്കാൻ നമ്മളെല്ലാം പോവും. പത്രക്കാരെല്ലാവരും ഉണ്ടാവും. അന്ന് പത്രക്കാരെല്ലാം EMSൻ്റെ ഈ അട്ടക്കുളങ്ങരയിലുള്ള പ്രസംഗം, ഓവർ ബ്രിഡ്ജിൻ്റെ ഭാഗത്തുള്ള പ്രസംഗം, അതൊക്കെ കവർ ചെയ്യും. അപ്പോൾ അന്നെല്ലാം ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് കൃഷ്ണമേനോനെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അവസാനമായി പ്രഖ്യാപനം വരേണ്ട ടൈമായപ്പോൾ ഈ അട്ടക്കുളങ്ങര മൈതാനത്താണ് ഭയങ്കര ആൾ. അന്നാണ് ഇപ്പോൾ ന്യൂസ് വന്നു, കൃഷ്ണമേനോൻ്റെ പ്രഖ്യാപനം ഇന്നുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയാണ് അത്, കൃഷ്ണമേനോൻ്റെ ഇലക്ഷന് പിന്നെ ഈ ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്യുമോ ഇല്ലേ എന്ന് ഇന്നറിയാം എന്ന് പറഞ്ഞപ്പോൾ അന്ന് പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ പത്രക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും ഈ കൃഷ്ണമേനോൻ ഇവിടെ നിൽക്കണമെന്നുള്ള, ബഹുഭൂരിപക്ഷം പത്രക്കാർക്ക് ഇവിടെ നിൽക്കണമെന്നുള്ള. അപ്പോൾ അട്ടക്കുളങ്ങര മൈതാനത്ത് ഭയങ്കര യോഗം എന്ന് പറഞ്ഞാൽ 10,000 പിന്നെ ഒരു 10,000 ആളുണ്ട്. എല്ലാം അതും ചെറുപ്പക്കാരാണ് കൂടുതൽ. EMS പ്രസംഗിക്കുകയാണ്. EMSൻ്റെ പ്രസംഗത്തിൻ്റെ പ്രത്യേക ഒരു സ്റ്റൈലുണ്ട്. ഇങ്ങനെ ആദ്യം ഇൻ്റർനാഷണൽ, പിന്നെ നാഷണൽ, പിന്നെ കേരള. അപ്പോൾ EMS അവസാനം കേരള ആംഗിളിൽ പ്രസംഗിച്ചപ്പോൾ അന്ന് ഈ അച്യുതമേനോനാണ് മുഖ്യമന്ത്രി. അച്യുതമേനോനെ ആ മുന്നണി ആക്ഷേപിച്ചുകൊണ്ട് തുടങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞു, പിന്നെ ഇപ്പം ഒരു കാര്യം വരാൻ പോവുകയാണ്, നിങ്ങൾ അറിയണം, ഇവർ ആരെയാണ് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാം, ഞങ്ങൾ ലോകത്തെ ഏറ്റവും പ്രസിദ്ധനായ എന്ന് പറഞ്ഞു വിടും. ഒരു ഭയങ്കര കരോഷം എന്ന് പറഞ്ഞാൽ അത് വിവരിക്കാൻ പറ്റില്ല. അത്ര കോട്ടകളെ ഒളിച്ച് കളയുന്ന വിധത്തിലുള്ള ശബ്ദത്തിലോടുകൂടിയാണ് ഈ കരഘോഷം ഉണ്ടായത്. ചെറുപ്പക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കലും ബഹളവും. ഇപ്പോൾ പത്രക്കാരായ ഞങ്ങളൊക്കെ നോക്കി നിന്നു, ആ രംഗം കണ്ട് ആസ്വദിച്ച് നിന്നു. പിറ്റേ ദിവസം മുതൽ കൃഷ്ണമേനോൻ്റെ പ്രചരണം തിരുവനന്തപുരത്ത് തുടങ്ങി. ആ പ്രചരണത്തിനെ കാണാൻ ഒരുപാട് നേതാക്കന്മാർ, എനിക്കിന്ന് പേരുകൾ അറിഞ്ഞുകൂടാ, ബോംബെയിൽ നിന്ന്, കൽക്കട്ടയിൽ നിന്ന്, പിന്നെ ചില സിനിമാ താരങ്ങളെല്ലാം ഇവിടെ വരാൻ തുടങ്ങി. അതൊക്കെ വലിയ, ഞാനന്ന് കേരള രാജ്യം എന്നൊരു പത്രത്തിലാണ്, കൊല്ലത്ത് കേരള രാജ്യം എന്നൊരു ഈവനിങ് ഡെയിലി ഉണ്ട്, അതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എനിക്ക് കഴിയുന്ന വിധത്തിൽ ഇവിടുന്ന് പത്രങ്ങൾ ഇത് റിപ്പോർട്ടുകൾ ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ അവർക്ക് കേരളം മുഴുവൻ ഈവനിങ് ഡെയിലി അല്ലേ. പക്ഷേ ഈ ചില മറ്റ് പത്രങ്ങൾ, ഇവിടെയുള്ള ചില പത്രങ്ങൾ നമ്മളെ സഹായിക്കുമായിരുന്നു, ഞങ്ങൾ എഴുതി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ വാചാലമായി കൃഷ്ണമേനോൻ്റെ ഇലക്ഷൻ പ്രചരണം ഞങ്ങൾ കൊടുക്കും. അപ്പോൾ ഈ സമയത്ത് 2 പേരെയാണ് നമുക്ക് മറക്കാൻ കഴിയാത്ത. ഒന്ന് CK സീതാറാം, പഴയ അന്തരിച്ച കൗൺസിലർ ഉണ്ടായിരുന്നു CK സീതാറാം, CPMൻ്റെ കൗൺസിലർ. അദ്ദേഹം അവസാന പാർട്ടി മാറി. അദ്ദേഹവും EG ഗോപാലപിള്ള, ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് എക്സ്പെർട്ട്, FSCTയിലെ പിന്നെ CEO ആയിരുന്ന ഗോപാലപിള്ള, ഡോക്ടർ ഗോപാലപിള്ള, അദ്ദേഹം 2 പേരുമാണ് തർജ്ജിമ ചെയ്യുന്നത്. അപ്പോൾ ഈ കൃഷ്ണമേനോൻ്റെ പ്രസംഗത്തിൻ്റെ തർജ്ജിമ വരുമ്പം
ഈ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം കൃഷ്ണമേനോൻ മലയാളത്തിൽ പറയും. മലയാളത്തിൽ പറയണതാണ്, പിന്നെ എനിക്ക് മലയാളത്തിൽ പ്രസംഗിക്കാൻ പറ്റില്ല, പക്ഷേ എനിക്ക് മലയാളം മനസ്സിലാവും എന്ന് പറയും. അത് കേൾക്കുമ്പം തന്നെ ഭയങ്കര കയ്യടിയാണ് ആളുകളെ. അങ്ങനെ എല്ലാ ഭാഗത്തും കൃഷ്ണമേനോനെ കൊണ്ടുപോയി പ്രസംഗിക്കുന്നു. അവിടെയൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ എന്ത് പറ്റിയെന്ന് പറയാൻ, ഡൽഹിയിൽ നിന്ന് വലിയൊരു പത്രസംഘം ഒരു ദിവസം ഇവിടെ ഇട്ട് വന്നു. അതിൽ വി കെ മാധവൻകുട്ടി, മാതൃഭൂമിയുടെ എഡിറ്ററായിരുന്ന വി കെ മാധവൻകുട്ടി, ഡൽഹി ചീഫൊക്കെ ആയിരുന്ന മാധവൻകുട്ടി, അവരെല്ലാം ചില ആളുകൾ പിന്നെ കൃഷ്ണമേനോനെ പറ്റിയുള്ള ചില പോസ്റ്ററുകൾക്ക് രൂപം നൽകി ഇവിടെ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ അന്നത്തേൽ പിന്നെ ദാമോദരൻ പോറ്റിയാണ് UDFൻ്റെ, അതായത് ഐക്യമുന്നണിയുടെ നേതാവായി ഇവിടെ മത്സരിക്കുന്നത് ഡി ദാമോദരൻ പോറ്റിയാണ്. പഴയ PSPയുടെ ആളും പഴയ സ്പീക്കറും ഒക്കെ ആയിട്ടുള്ള ആൾ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മത്സരിക്കുമ്പോൾ ഇത് പോറ്റിക്ക് ഇവിടെ ട്രിവാൻഡ്രത്തുകാരൻ എന്നതിലൊരു ഇതുണ്ടല്ലോ, അത് ഇവിടെ ഒരു ദിവസം തിരുവനന്തപുരത്തെ കേരളകൗമുദി പത്രത്തിൽ ഒരു വലിയ ക്വാർട്ടർ പേജ് പരസ്യം, കൃഷ്ണമേനോൻ്റെ അടുക്ക, പിന്നെ അല്ല കൃഷ്ണമേനോൻ്റെ അല്ല, ദാമോദരൻ പോറ്റിയുടെ അടുക്ക പട്ടം നിൽക്കുന്നു, പട്ടം ഇങ്ങനെ കൈ കൊടുത്ത് നിൽക്കുന്നൊരു പടം. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു അടിക്കുറിപ്പുണ്ട്, പിന്നെ പട്ടത്തിൻ്റെ വിശ്വസ്തൻ ദാമോദരൻ പോറ്റിക്ക് വോട്ട് ചെയ്യാമെന്ന്. അത് മറ്റേ എതിർ ഗ്രൂപ്പിന് ഭയങ്കര വിഷമമായി ഇങ്ങനൊരു ഇത് വന്നപ്പോൾ. അവരോടൊന്ന് പലയിടത്തും തപ്പിയപ്പം ഒരു റെയർ പടം കിട്ടി. ആ പടം ഏതാണെന്ന് പറഞ്ഞാൽ പട്ടം കൃഷ്ണമേനോന് കൊട പിടിച്ചു കൊടുക്കുകയാണ്. പട്ടം കൃഷ്ണമേനോന് കൊട പിടിച്ചു കൊടുക്കുന്നു. അത് നോക്കിയപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ, അതിൻ്റെ രസം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ സൈന്യ സ്കൂള് തറക്കല്ലിട്ടത് കൃഷ്ണമേനോനാണ്. അന്ന് പട്ടം മുഖ്യമന്ത്രി. അപ്പോൾ ഈ ഇതിന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തപ്പോൾ അദ്ദേഹം തന്നെ കൊട പിടിച്ചു കൊടുക്കുകയാണ്. ഇതിനകത്ത് ഈ തറക്കല്ലിടുന്ന സമയത്താണ് മഴ പെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഉടൻ തന്നെ പട്ടം കൊട പിടിച്ചു കൊടുക്കുകയാണ് കൃഷ്ണമേനോന്. എന്നിട്ട് ആ പടം ക്വാർട്ടർ പേജിൽ കേരളകൗമുദി വന്നു. അത് ഭയങ്കര ഇളക്കമായെന്ന് മാത്രമല്ല, ആദ്യമായിട്ട് ഇത്രയും പോസ്റ്ററുകൾ ഞങ്ങൾ കാണുന്നത് ഈ പടമാണ്. ഈ പടത്തിൻ്റെ പോസ്റ്റർ നമ്മളെ ചുവരുകളിൽ, തിരുവനന്തപുരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും ചുവരുകളിൽ പതിഞ്ഞു. അപ്പോൾ കൃഷ്ണമേനോനെ പറ്റി എതിരാളികൾ വേറെ ഒരു പ്രചരണം നടത്തി. ഇദ്ദേഹം സൈന്യത്തിന് ഒരുപാട് ആളുകളെ കൊല ചെയ്യാൻ കൂട്ടുന്ന ആളാണ്, ബോംബെയിൽ പല കേസുകളിലും പെട്ടാണ് കേരളത്തിൽ ഒളിച്ചോടി വന്നെങ്കിൽ അതിലൊക്കെ മറുപടി പറയണ ആരാണെന്ന് പറഞ്ഞാൽ നാരായണ പിള്ള, പിന്നെ അയ്യപ്പൻ പിള്ള, പിന്നെ അങ്ങനെയുള്ള വലിയ അന്നത്തെ തിരുവനന്തപുരത്തെ എമിനൻറ്റ് പേഴ്സണാലിറ്റീസാണെന്ന് മറുപടി പറയുന്നത്. അപ്പോൾ ഏറ്റവും രസം എന്താണെന്ന് പറഞ്ഞാൽ, അന്ന് എക്സിബിഷൻ നടക്കുന്ന സമയമാണ് തിരുവനന്തപുരത്തെ. അപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോൾ അവരെല്ലാം നേരിയതും മുണ്ടുമൊക്കെ ധരിച്ച് മറ്റേ പഴയ കേരള വേഷമാണല്ലോ കൃഷ്ണമേനോൻ്റെ വേഷത്തിൽ എക്സിബിഷൻ സ്റ്റാളിൻ്റെ മുമ്പിൽ കൈകൂപ്പി, അത് കാണാൻ തന്നെ ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു. അങ്ങനെ അതിൻ്റെയൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ അന്ന് നല്ല രസകരമായിട്ട് വാർത്ത കൊടുക്കുമായിരുന്നു അവരെ. അങ്ങനെ കൃഷ്ണമേനോൻ അവസാനം ആ ഇലക്ഷൻ ജയിച്ചു. അത് ഈ അദ്ദേഹത്തിൻ്റെ ഇതിനുള്ള വോട്ട് കിട്ടിയില്ല, അദ്ദേഹത്തിൻ്റെ ആദരവനുസരിച്ച് ഇൻ്റർനാഷണൽ ഇതനുസരിച്ചുള്ള വോട്ട് കിട്ടിയില്ലെങ്കിലും ദാമോദരൻ പോറ്റി തോൽപ്പിച്ചു. പക്ഷേ കൃഷ്ണമേനോൻ്റെ ആദരവ് നമ്മൾ കണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ആ നിമിഷം തന്നെ അദ്ദേഹം ദാമോദരൻ പോറ്റിയുടെ വീട്ടിൽ പോയി, ജവഹർനഗറിലുള്ള വീട്ടിൽ പോയി പോറ്റിക്ക് ഷാഗൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, പോറ്റി നിങ്ങളാണ് ജയിച്ചത്, ഞാനല്ല എന്ന് പറഞ്ഞവരങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും ഡൽഹിയിൽ വരുമ്പോൾ എന്നെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അങ്ങനെ കൃഷ്ണമേനോൻ്റെ ഇലക്ഷൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ നോക്കില്ല.